ജനങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് നേടിയ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ചതേ നിതീഷ് കുമാറിന് ഓർമ്മയുള്ളൂ. ഇപ്പോഴിതാ അടിയായി പിടിവലിയായി. അധികാര കൈമാറ്റത്തിന്റെ കാറ്റ് ബീഹാറിലുടനീളം അലയടിക്കുകയാണ്. മാർച്ച് 16 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക ജെഡിയു പ്രസിഡന്റും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ സമർപ്പിക്കുകയാണ്. 2 പതിറ്റാണ്ട് കാലം ബീഹാർ സർക്കാരിനെ നയിച്ചതിനു ശേഷം നിയമസഭയിൽ നിന്നും പാർലമെന്റിലേക്ക് വലിയ മാറ്റമാണ് അദ്ദേഹം നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരി, വിജയ് സിൻഹ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. കള്ളവോട്ട് നടത്തിയും രാത്രിക്ക് രാത്രി വോട്ട് പെട്ടി കടത്തിയും നേടിയത് നിതീഷിനെ വെട്ടാനായിരുന്നുവെന്ന് ഇപ്പോൾ തെളിയുകയാണ്. രാവിലെ എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് നിതീഷ് കുമാർ തന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും സംസ്ഥാന നിയമസഭയുടെ ഇരുസഭകളിലും അംഗമാകുക എന്നത് തന്റെ വളരെ കാലമായുള്ള ആഗ്രഹമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അദ്ദേഹം ഇതിനകം തന്നെ ലോക്സഭ MP, MLA, MLC എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരു രാജ്യസഭാ പദവി കൂടി നേടിയാൽ മാത്രമേ ഈ 4 അംഗങ്ങളുടെയും പട്ടിക പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പതിറ്റാണ്ടുകളായി ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ 3 തൂണുകളായിരുന്നു നിതീഷ് കുമാർ, ലാലു പ്രസാദ്, പരേതനായ സുശീൽ മോദി എന്നിവർ. അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിനിടയിലാണ് ഒരുമിച്ച് യാത്ര ആരംഭിച്ചത്. നിതീഷ് കുമാറിന് പകരം ഏത് BJP നേതാവാണ് മുഖ്യമന്ത്രിയാവുക എന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ്, ബീഹാർ മന്ത്രി ദിലീപ് കുമാർ ജയ്സ്വാൾ എന്നിവരാണ് മറ്റു പ്രിയപ്പെട്ടവർ. പ്രധാന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ചൌധരി ബീഹാറിലെ ഏറ്റവും സ്വാധീനമുള്ള BJP നേതാക്കളിൽ ഒരാളും സർക്കാരിൽ 2ാം സ്ഥാനക്കാരനുമാണ്. മുൻ സംസ്ഥാന പാർട്ടി മേധാവിയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിൽ ജൂനിയർ ആഭ്യന്തരമന്ത്രിയാണ് നിത്യാനന്ദ് റായ്. മുൻ ബീഹാർ BJP മേധാവി കൂടിയായ അദ്ദേഹം 3 തവണ MPയും മുൻ MLAയുമാണ്. ജയ്സ്വാൾ ആകട്ടെ 3 തവണ നിയമസഭാ കൗൺസിൽ അംഗവും ബീഹാർ BJP അധ്യക്ഷനുമാണ്. ദിൻഖ MLA സഞ്ജീവ് ചൗരസ്യാണ് മറ്റൊരു പേര്. എന്നിരുന്നാലും ഒരു പേര് എന്തായാലും BJPക്കുള്ളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ചർച്ചകളിൽ ഇടം പിടിക്കാത്ത മറ്റൊരു പേര് അവർ ഉയർന്നു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണുകയാണ്. ബീഹാറിൽ BJP ഒരു രാഷ്ട്രീയ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയെന്നാണ് നിതീഷ് കുമാറിന്റെ രാജിയോടുകൂടി പ്രതിപക്ഷം ആരോപിക്കുന്നത്. ജനതാദളിന്റെ പ്രധാന വോട്ടർ ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടതായിട്ടാണ് തോന്നുന്നത് എന്നവർ പറയുകയാണ്. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിതീഷ് കുമാർ താൽക്കാലിക മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് പാർട്ടി നേതാവ് തേജസ്വി യാദവ് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും RJD രാജ്യസഭാ MP മനോജ് കുമാർ ഝാ പുറത്തു പറയുകയാണ്. BJPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിതീഷ് കുമാർ തീരുമാനമെടുത്തത് എന്ന സൂചനയും ഇതോടുകൂടി പുറം ലോകം കാണുകയാണ്. 21 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പോൾ രാജ്യസഭയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അത് വെറും BJPയുടെ തരം താഴ്ന്ന രാഷ്ട്രീയമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രി പദം BJPക്ക് ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പുതിയ സർക്കാരിൽ ജെഡിയുവിന് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളും 14 മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചേക്കും. BJPക്ക് മുഖ്യമന്ത്രി പദത്തിന് പുറമെ 13 മന്ത്രിസ്ഥാനങ്ങളും ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ തന്നെ നിലനിർത്തുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നും പുതിയ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കും എന്നും സൂചനകൾ നിലവിലുണ്ട്. നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ ചേരുന്നതിനെ കുറിച്ച് നിതീഷ് കുമാർ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും രാജ്യസഭാ അംഗമായ ശേഷവും പട്ന കേന്ദ്രമാക്കി രാഷ്ട്രീയ പ്രവർത്തനം തുടരും എന്നാണ് സൂചന. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഈ സ്ഥാനമാറ്റത്തെക്കുറിച്ച് NDA നേതൃത്വം ആലോചിച്ചു തുടങ്ങിയതെന്നും തന്റെ വിശ്വസ്തനുമായിട്ട് നടത്തിയ ചർച്ചകളിൽ നിതീഷ് കുമാർ തന്നെയാണ് ഉപരിസഭയിലേക്ക് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതും എന്നും പറയുന്നുണ്ടെങ്കിലും അതെല്ലാം കള്ളക്കഥയാണെന്ന് നമുക്ക് പകൽ പോലെ അറിയാം. കഴിഞ്ഞ വ്യാഴാഴ്ച നിതീഷ് കുമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതാണ്. വികസിത ബീഹാർ കെട്ടിപ്പടുക്കുന്നതിനുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും പുതിയ സർക്കാരിന് എല്ലാവിധ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. BJP ഇത്തവണയും പെടാപ്പാടുപെട്ട് മനസ്സോടെയാണ് നിതീഷിനെ മുഖ്യമന്ത്രിയാക്കിയത്. ഇങ്ങനെ തട്ടിക്കളയാനുള്ള പ്ലാൻ മനസ്സിലുറപ്പിച്ചുകൊണ്ടായിരുന്നു. ഇത് BJPയുടെ കുബുദ്ധിയാണ്. കാരണം ഓർമ്മ പോയൊരു മുഖ്യമന്ത്രിക്ക് അവർ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അവർ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു.